കേരള രാഷ്ട്രീയം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുന്നു. തൊട്ടു പുറകെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ പോവുകയാണ്. 10 വർഷം തുടർച്ചയായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന CPM-ൻ്റെ നേതൃത്വത്തിലുള്ള LDF ഭരണം. UDF പ്രതിപക്ഷത്തായിരുന്നു. ആദ്യത്തെ 5 വർഷം BJP-ക്ക് ഒരു MLA എങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു MLA പോലും ഇല്ല. എങ്ങനെയാണ് ഈ കേരള രാഷ്ട്രീയത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ ശ്രീ ഗോകുൽ വിലയിരുത്തുന്നത്? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് കേരള രാഷ്ട്രീയം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. കോവിഡ് കഴിഞ്ഞ് വരുന്ന ഒരു സാഹചര്യം. പിന്നെ ആദ്യത്തെ ആശങ്കയുണ്ടായിരുന്നു. ആദ്യത്തെ 5 വർഷം പിണറായി വിജയൻ സർക്കാർ പരമാവധി കടം വാങ്ങിക്കാൻ പറ്റുന്നത് മൂലം മുഴുവനും വാങ്ങി വലിയ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് അവർക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ കുറെ ഗിമ്മിക്ക് കാണിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു. ഗിമ്മിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ചില സ്കൂളുകൾക്ക് വലിയ കമാനം കെട്ടിവെക്കുക, ആശുപത്രികൾക്ക് വലിയ കമാനം കെട്ടിവെക്കുക. അകത്ത് കയറി കഴിഞ്ഞാൽ സൗകര്യങ്ങളൊക്കെ പണ്ടും ഇന്നും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ സർക്കാർ സ്കൂളുകൾ നവീകരിക്കുന്നു. ഇപ്പൊ സർക്കാർ സ്കൂളുകളുടെ നവീകരണത്തിന്റെ യഥാർത്ഥ ചിത്രമൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. ഒന്നൊന്നായിട്ട് ഓരോ സ്ഥലത്തുനിന്ന് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് അവധി ദിവസങ്ങളിൽ ഇടിഞ്ഞു വീഴുന്നത് കൊണ്ട് മാത്രം വലിയ അപകടങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടക്കരച്ചിലേക്കോ കേരളം പോകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. കാരണം നമ്മുടെയും കുട്ടികൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷമം മനസ്സിലാവും ഓരോ മാതാപിതാക്കളുള്ളത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഭയത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ അത്തരം സാഹചര്യങ്ങളെ നമ്മൾ കാണുന്നതാണ്. അപ്പോ ഈ ഗിമ്മിക്ക് എന്ന് പറയുന്നത് പരമാവധി ഈ തൊലിപ്പുറത്തുള്ള ചികിത്സയാണ് പിണറായി വിജയൻ കാലങ്ങളോളം ചെയ്തു വെച്ചിരുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയോട് നമുക്ക് പോയിട്ട് നിങ്ങൾ എന്ത് വികസനം നടത്തുന്നു എന്ന് ചോദിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം നരേന്ദ്രമോദിജി എപ്പോഴും പല ബസ് സ്റ്റാൻഡുകളെടുത്ത് എയർപോർട്ടുകൾ നവീകരിച്ചിടുക നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സൂറത്തിലും ഗുജറാത്തിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നീട് UP-യിൽ നമ്മൾ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ ആദ്യകാലത്ത് ഞാൻ വിചാരിച്ചിരുന്നത് നരേന്ദ്രമോദിജിയുടെ ഒരു ഗിമ്മിക്ക് മാത്രമാണിത് എന്നുള്ളതാണ്. പിന്നീടാണ് എനിക്ക് കാര്യം മനസ്സിലാവുന്നത് അദ്ദേഹം അതല്ല ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളൊരു വികസിത രാഷ്ട്രത്തിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ നമ്മൾ സിംഗപ്പൂരിൽ പോകുന്നു, അല്ല നമ്മൾ യൂറോപ്പിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് പോകുന്നു, അവിടുത്തെ മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ വൃത്തിയാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അവിടുത്തെ നഗരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും. അപ്പൊ നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിക്കൊണ്ട് പോട്ടെ, അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്കായിരിക്കും ഒരു വിദേശത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അതെ. അപ്പൊ അവരുടെ മുമ്പിൽ അവരിവിടെ വന്നിറങ്ങുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി കാണുക എന്ന് പറയുന്ന ഒരു വിഷൻ അതിന്റെ പിറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോലും തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നത് പലപ്പോഴും ഗിമ്മിക്കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെ വളരെ വികലമായി കോപ്പി അടിക്കുന്ന ഒരു കാര്യം പിണറായി വിജയന്റെ ഒരു ഭരണത്തിലെ ആദ്യത്തെ ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നരേന്ദ്രമോദിജി ഇത് ചെയ്യുമ്പോൾ തന്നെയും നരേന്ദ്രമോദിജി അടിത്തട്ട് ശക്തമാക്കിയിട്ടാണ് ബാക്കി ചെയ്തിരുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗമാവട്ടെ ബാക്കി കാര്യങ്ങളാവട്ടെ അത് സുദൃഢമാക്കിയതിനു ശേഷമാണ് ഈ മേമ്പൊടികളിൽ എല്ലാത്തിലേക്കും അദ്ദേഹം കടക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് അത്ര ഭദ്രമല്ല, വളരെ ദുർബലമാണെന്നുള്ള കാര്യം CPM-കാരെ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ഈവൻ ധനമന്ത്രി തന്നെ പറയുന്നതാണ് പലപ്പോഴായിട്ട് കേരളം അത്ര നല്ല അവസ്ഥ വലിയ കടക്കണിയിലാണ് എന്നുള്ള അവർ പറഞ്ഞത്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഈ പുറമേയുള്ള മേമ്പടി അപ്പൊ ഈ 2021 തെരഞ്ഞെടുപ്പിനകത്ത് ഇത് അവരെ വലിയ കാര്യമായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ട്. ആൾക്കാരുടെ മുമ്പിൽ ആ ഒരു PR വികസന പ്രവർത്തനം. പിന്നെ UDF-ന്റെ ഭാഗത്ത് നിന്ന് വലിയ ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ട്. അവര് 5 വർഷം കൂടുമ്പോൾ ഭരണം മാറും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയും ആ ഒരു ഇത് എന്താ ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്വാഭാവിക പ്രക്രിയ പോലെ അത് ഉണ്ടായില്ല. കാരണം അവർ ഏറ്റവും അവസാനത്തെ ഒരു വർഷത്തിലാണ് അവർ ഉണർന്നെഴുന്നേറ്റ് വരികയും കുറെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന സാഹചര്യമുണ്ട്. BJP-യെ സംബന്ധിച്ചിടത്തോളവും ഒരു 2015 മുതൽ 19 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 2-3 സംസ്ഥാന പ്രസിഡന്റുമാർ. V. മുരളീധരൻജി 2015 അത് മാറി അത് കഴിഞ്ഞ് ശ്രീധരൻപിള്ള സാർ അതൊരു പ്രദമായിട്ടാണ്. 2020 K. സുരേന്ദ്രൻ പ്രസിഡന്റായിട്ട് വരുന്നത്. ഉടനെയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരുന്നത്. ലോക്കൽ ബോഡിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ്. 2021 നിയമസഭയിലേക്ക് വന്നപ്പോൾ ആ ഗ്രാഫ് താഴേക്ക് പോകുന്ന സാഹചര്യം. പക്ഷെ പിന്നീടുള്ളൊരു 3 വർഷം കൊണ്ട് സംഘടന വളരെ ശക്തമായിട്ട് BJP-ക്ക് എല്ലായിടത്തും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം പോലും സംഘടന എന്തുമാത്രം പണിയെടുത്തു എന്നുള്ള കാര്യം ആൾക്കാർ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ സുശക്തമായ ഒരു സംഘടനാ സംവിധാനം നിലവിലെ BJP-ക്ക് അവകാശപ്പെടാൻ വേണ്ടിയിട്ട് ഉണ്ട്.
അതിപ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ടിന്റെ ബേസിൽ മാത്രമല്ല പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സാഹചര്യം വേറെ, ലോക്കൽ ബോഡിയിലെ സാഹചര്യം വേറെ, ഇതൊക്കെ വേറെ വേറെ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞപ്പോ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഓൾ ഇന്ത്യ തലത്തിൽ വലിയ തരംഗം BJPക്ക് അനുകൂലമായിട്ടുണ്ട്. 2014 വലിയ തരംഗമാണ്. 303 സീറ്റിലേക്ക് BJP. അപ്പോഴും കേരളത്തിൽ BJP നിന്നെടുത്ത് തന്നെയാണ് നിന്നിരുന്നത്. പക്ഷെ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സമയത്ത് ഈ തരംഗം ഓൾ ഇന്ത്യയിൽ ഇല്ലാതിരുന്നിട്ട് പോലും ഇവിടെ വളർച്ച നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലും നമുക്ക് ആ വളർച്ച കാണിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. കാരണം കേന്ദ്രത്തിൽ BJP പുറകിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ BJP മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ എന്റെ ഒരു റഫ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ ഒരു 4000-നും 5000-നും ഇടയിൽ വാർഡുകളിൽ BJP പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കണക്കിന് നിൽക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി എന്ന് പറയുന്നത് നമുക്കറിയാം, വലിയൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, വലിയൊരു ടെക്നോക്രാറ്റ് ആണ്. അപ്പൊ അദ്ദേഹം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൊഫഷണൽ സമീപനവും അദ്ദേഹത്തിന്റെ ആ ഒരു മറ്റൊരു തരത്തിലുള്ള മാനേജ്മെന്റ് എക്സ്പീരിയൻസും എല്ലാം കൂടി വരുന്ന സമയത്ത് BJP വലിയ അത്ഭുതങ്ങൾ വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കാണിക്കുന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടതായിട്ടില്ല. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ നേട്ടം നിലനിർത്തുകയോ വളർത്തുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് BJP തീർച്ചയായിട്ടും അത് പോകുന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ ഒരു അപ്രോച്ച് തന്നെയായിരിക്കും മുമ്പോട്ട് പോകാൻ പോകുന്നത്. കാരണം സംഘടനാ സംവിധാനം കേരള രാഷ്ട്രീയത്തിന്റെ ഒരു BJPയുടെ വളർച്ചയെ കുറിച്ച് താങ്കൾ പറഞ്ഞതിനോട് ഞാനും യോജിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 10 കൊല്ലത്തെ അടുപ്പിച്ചുള്ള ഭരണം, അത് ഏതൊരു സർക്കാരിനും നമുക്കറിയാം. നരേന്ദ്രമോദി സർക്കാരിന് പോലും ജനങ്ങളിൽ ഒരു കുറച്ചൊക്കെ അതൃപ്തി, അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷത്തിലേക്ക് വരാതെ BJP ഒന്ന് താഴ്ന്നു പോയത്. മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയെങ്കിലും ഇവിടെ അതുപോലെ തന്നെ ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതിപ്പോൾ CPM-കാർ അത് നിഷേധിക്കും, എങ്കിലും മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമുക്കത് മനസ്സിലാവും. ഈ പറഞ്ഞ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ സർക്കാരിന് ഒരു മറുപടിയും പറയാനില്ലാതെ അങ്ങനെ നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ ഇപ്പം പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ബിൽഡിംഗ് ടാക്സ് ഉൾപ്പെടെ, ബിൽഡിംഗ് പെർമിറ്റിൻ്റെ ഫീസ് ഉൾപ്പെടെ എല്ലാം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. അത് ജനങ്ങളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇത് ഫലപ്രദമായിട്ട് BJPക്ക് മുതലെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. അല്ല, തീർച്ചയായിട്ടും അത് സാധിക്കും എന്നുള്ളതിലേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പുകളാവുന്ന സമയത്ത് കേരളത്തിൽ BJP കാലാകാലങ്ങളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, LDF മാറിയാൽ LDF-നെ മാറ്റണമെന്നുണ്ടെങ്കിൽ UDF-നെ വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അല്ല, UDF-നെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് LDF-നെ വോട്ട് ചെയ്യണം, വേറെ ഓപ്ഷൻ ഇല്ല. അവിടെ ഒരു 3ാം കക്ഷിയായിട്ട് BJP ആരും തന്നെ പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ 20% വോട്ട് നേടുന്ന സാഹചര്യത്തിലേക്ക് BJP എത്തുമ്പോൾ മുതൽ BJP എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിൽ ഇത്രയൊക്കെ കേരളത്തിന് സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലേ എന്നുള്ള ഒരു കോൺഫിഡൻസ് വളരെ കാര്യമായിട്ട് തന്നെ വരുന്നത്. അപ്പൊ ഈ വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ കോൺഫിഡൻസിനെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസിലേക്ക് BJP പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ബൂസ്റ്റിങ്ങിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. ഈ നമ്മൾ ഏതാണ്ട് 2012 മുതൽ അല്ലെങ്കിൽ 2011 തെരഞ്ഞെടുപ്പ് തൊട്ടാണ് കേരളത്തിൽ BJPക്ക് ഒരു വളർച്ച അല്ലെങ്കിൽ മുന്നേറ്റം നമ്മൾ കാണുന്നത്. അത് മഞ്ചേശ്വരം, കാസർഗോഡ് മാത്രമല്ല, പാലക്കാടും തിരുവനന്തപുരത്ത് നേമവും കാട്ടാക്കടയും ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ആ മുന്നേറ്റം നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു ക്രമാനുഗതമായ വളർച്ചയ്ക്ക് എവിടെയോ ഒരു ചെറിയ പിന്നാക്കം അല്ലെങ്കിൽ ഒരു മെല്ലെപ്പോക്ക് സംഭവിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഏണിയും പാമ്പും കളിയാണ്. ഏറ്റവും ഇറക്കവും ഉണ്ടാകും. നമ്മൾ ചില സമയത്ത് ഒരു ഏണി കയറി നമ്മൾ മുകളിലേക്ക് പോകും, അവിടെ നിന്ന് ഒരു പാമ്പ് വിഴുങ്ങി താഴേക്ക് വരുന്ന അങ്ങനെ ഒരു ചെറിയ ഇറക്കമാണ് ഈ 2019 ലോക്സഭ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതിനകത്ത് BJPയുടെ ഇറക്കം എന്നുള്ളതിനേക്കാൾ ഉപരി മറ്റ് പല ഫാക്ടേഴ്സും അതിനകത്ത് പ്ലേ ചെയ്യും. കാരണം ഇപ്പൊ ചില സമയത്ത് അത് UDF അനുകൂല തരംഗം, ഇപ്പൊ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു, അതൊരു പുതിയ സാഹചര്യമാണ്. അതുവരെയും കേരളത്തിൽ അങ്ങനെ ഒരു ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരാൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാക്കുന്ന ആവേശം ഒരു വശത്തുണ്ട്.
ഈ പറയുന്ന പോലെ തന്നെ ശബരിമല വികാരം പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് താഴ്ച എന്നല്ല ഞാൻ പറഞ്ഞത്, അതൊരു സ്റ്റെബിലിറ്റിയാണ് BJP പൊക്കോണ്ടിരുന്നത്. ഒരു 2015 മുതൽ 2019 വരെയുള്ള, ഇപ്പൊ 2015 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലാണ് BJP ആദ്യമായിട്ട് ഒരു 15% എന്ന് പറയുന്ന വോട്ടിലേക്ക് വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം നടത്തുന്നത്. അതുപോലും ഒരു തുടർച്ചയാണ്. ഇപ്പൊ 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ ഓരോ ജോബാൽജി 15,000 വോട്ടിന് മാത്രം 2ാം സ്ഥാനത്ത് വരുന്നു. 2011 പ്രശാന്തേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചലനം ഉണ്ടാക്കാൻ, അതിനുശേഷം നെയ്യാറ്റിൻകരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ മോദി തരംഗമില്ല, എന്നിട്ടും ഉപതെരഞ്ഞെടുപ്പിനകത്ത്. അപ്പൊ അതൊരു തുടർച്ചയാണ്. ഞാൻ പറഞ്ഞ 2011 മുതൽ ഇലക്ട്രൽ പൊളിറ്റിക്സിനകത്ത് BJP കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ തന്ത്രപരമായ സമീപനവും വളരെ പോസിറ്റീവായ ഒരു അപ്രോച്ചും ഉണ്ട്. ആ അപ്രോച്ച് 2011 തുടങ്ങി ഒരു 2015 എത്തുന്ന സമയമായപ്പോഴേക്ക് അതൊരു 14-15% വോട്ടിലേക്ക് BJP കൊണ്ടെത്തിക്കുന്ന സാഹചര്യമുണ്ട്. 2016 അത് മെയിൻറ്റെയിൻ ചെയ്തു, 2019 അത് മെയിൻറ്റെയിൻ ചെയ്തു, 2020 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ചെറിയ ഒരു ഇടിവ് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഈ പറയുന്നത് പോലെ തന്നെ റിലവൻസ് ബോധ്യപ്പെടുത്തുന്നതിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ BJPക്ക് പെട്ടെന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിയമസഭയിലേക്ക് BJP ജയിച്ച് അധികാരം പിടിക്കില്ല എന്നൊരു തോന്നല് ജനങ്ങൾക്കിടയിൽ ഉണ്ടോ? അല്ല, ആ തോന്നൽ 2021 ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. 2021 അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു. 16 ആ തോന്നലില്ലായിരുന്നു. 16 നമ്മൾ എന്തൊക്കെയോ അല്ലെ 2015-16 നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി ആയതിനു ശേഷം വരുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ആസാമിൽ ഭരണം പിടിക്കുന്നു, ഹരിയാനയിൽ ഭരണം പിടിക്കുന്നു. BJP ഒരു 5 MLA മാത്രം ഉണ്ടായിരുന്ന ആസാമിൽ ഭരണത്തിലേക്ക് വരികയാണ്. 3-4 MLA മാത്രം ഉണ്ടായിരുന്ന ഹരിയാനയിൽ BJP അധികാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കേരളത്തിൽ സംഭവിക്കും എന്നുള്ള വലിയ ഒരു തരംഗം, പിന്നെ ആ SNDP BDJS മൂവ്മെന്റ്, അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന സമയത്ത് ആ 2016 BJPക്ക് ആ ഒരു 10%-ൽ നിന്ന് 15%-ലേക്ക് വോട്ട് എത്തിക്കുവാൻ വേണ്ടിയിട്ട് BJPക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ 2021 പോലും ഏതാണ്ട് അത്രയും പെർസെന്റേജ് BJP 14%, ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 14% BJP മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട്. BDJSന്റെ ഒരു പുതുമ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ടാണ് BDJSന്റെ കുറച്ചൊരു സീറ്റും അവർ മത്സരിച്ചത് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് ഷെയറും കുറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 2024 എത്തുമ്പോൾ ഈ പരാജയങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് പഠിച്ച പാർട്ടിയാണ് നമ്മൾ കാണുന്നത്. 2021 BJP അല്ല 2024 നമ്മൾ കാണുന്നത്. കാരണം 2021 എവിടെയൊക്കെ പാളി എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് കൃത്യമായ അനാലിസിസ് നടന്ന് ഈവൻ മഞ്ചേശ്വരത്ത് 89 വോട്ടിന് തോറ്റുപോകുന്ന സാഹചര്യം 2016 എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് പോലും കൃത്യമായി പഠിച്ചെടുത്തതിന് ശേഷമാണ് 2024 പാർട്ടി പ്രിപ്പയർ ആകുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പാർട്ടി അത്രയും പ്രിപ്പയർ ആയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് തൃശ്ശൂരിൽ പോലും അടിവതറി പോകുന്ന സാഹചര്യം ഉണ്ടായാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ടവറിംഗ് ഫിഗർ ഒറ്റയടിക്കാണ് 1 ലക്ഷം വോട്ടിൽ നിന്ന് 3 ലക്ഷത്തോളം വോട്ടിലേക്ക് 2019 BJPയെ കൊണ്ടെത്തിക്കുന്നത്. അതും വെറും 14 ദിവസം കൊണ്ട്. അത് സുരേഷ് ഗോപിയുടെ ആ ഒരു ചാമും കരിസ്മയുമാണ് അവിടെ നിന്ന് കൊണ്ടെത്തിക്കുന്നത്. ഈ വോട്ട് പിടിക്കുക എന്നുള്ളതിലേക്ക് ഉപരി അതിന് വിജയത്തിന്റെ ആ ഒരു മാർജിൻ കടത്തിവിടുക എന്ന് പറയുന്നത് സംഘടനയ്ക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ സുരേഷ് ഗോപി അത്രയും ചെയ്തു. അദ്ദേഹം കരുവന്നൂരിൽ ഉൾപ്പെടെ അത്രയും നമ്മൾ കഷ്ടപ്പെട്ടാൽ നമ്മൾ കണ്ടാണ് 10-18 കിലോമീറ്റർ നടന്നു. സുരേഷ് ഗോപി നടക്കുമ്പോൾ കൂടെ സംഘടന നടക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ ഹോംവർക്കുകളും വളരെ കൃത്യമായിട്ട് എഫക്റ്റീവ് ആവുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഈ 80, 90, 100, 500 വോട്ടിനൊക്കെ തോറ്റുപോകുന്നിടത്ത് നിന്ന് ഒരു കാരണവശാലും അത് സംഭവിക്കരുത് എന്നുള്ള തലത്തിൽ എല്ലാ ഫാക്ടേഴ്സിനെയും കംപ്ലീറ്റ് ഫാക്ടേഴ്സിനെ അനുകൂലമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത്രയും വലിയൊരു വിജയത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതിന് ഇനിയിപ്പോ ഇടതുപക്ഷം കരഞ്ഞിട്ടോ, സുനിൽകുമാർ കരഞ്ഞിട്ടോ, സ്വന്തം ബൂത്തിൽ പോലും 3-ാം സ്ഥാനത്ത് വരെ കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യം ഇല്ല. എന്തായാലും വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ താങ്കൾ പറഞ്ഞതുപോലെ BJPക്ക് ഒരു നല്ല മത്സരം കാഴ്ചവെക്കാനും അതിലൂടെ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കും. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.